വീണ്ടും ഈ സന്നിധിയിൽ എത്തുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയാണ്. ഞാൻ ശബരിമല വന്നിട്ട് ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ് പമ്പയിൽ ഇറങ്ങി കുളിക്കുക എന്നുള്ളത്. ഞാൻ പമ്പയിൽ ഇറങ്ങി കുളിക്കാത്തതിന്റെ റീസൺ എന്താണെന്ന് ശബരിമല വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാലോ. എല്ലാ വർഷവും വരുന്നതിന് മുന്നേ ഞാൻ ആലോചിക്കുന്നതിന്റെ കൂട്ട് തന്നെ ഇത്തവണ ആലോചിച്ചു, ഇത്തവണ എന്തായാലും പമ്പയിൽ ഇറങ്ങി കുളിക്കണമെന്ന്. അതുപോലെ തന്നെ ഈ വർഷം അത് നടന്നില്ല. പക്ഷെ ഒരു സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്കാളൊക്കെ ഒരുപാട് വൃത്തിയായിട്ടുണ്ട് പമ്പാ നദി. എന്തായാലും അടുത്ത വർഷം വരുമ്പോൾ കുളിക്കാൻ പറ്റുന്ന പോലെ ആവട്ടെ. ഞാൻ അങ്ങനെ മല കയറി തുടങ്ങി. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. എത്ര തിരക്കുണ്ടെങ്കിലും സ്വാമിമാരുടെ ശരണം വിളി കേട്ട് മല കയറാൻ ഒരു പ്രത്യേക സുഖമാണ്. എല്ലാ തവണ വരുമ്പോഴും ഞാൻ ഒരുപാട് കാണുന്നത് കുഞ്ഞുമാളികപ്പുറങ്ങളെയാണ്. പക്ഷെ ഇത്തവണ ഞാൻ ഒരുപാട് പ്രായമായ അമ്മമാരെ കണ്ടു. നമുക്ക് എല്ലാവർക്കും അറിയാം മലകയറ്റം കുറച്ച് കഠിനമാണ്. പക്ഷെ അതൊന്നും വക വെക്കാതെ ഭയങ്കര സന്തോഷത്തോടെ അയ്യപ്പനെ വിളിച്ച് കയറുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും അവിടെ. നമ്മൾ മല കയറി ക്ഷീണിക്കുമ്പോൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കും. അപ്പോൾ താഴെ നിന്ന് വരുന്ന സ്വാമിമാർ നമ്മളോട് ചോദിക്കും, എന്ത് പറ്റിയോ, ഓക്കെ ആണോ, വെള്ളം വേണോ, നമുക്ക് കഴിക്കാൻ ഫുഡൊക്കെ എടുത്ത് തരുമോ അവർ. വേറെ എവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുക? ഇവിടെ ജാതിയില്ല, മതമില്ല, എല്ലാവരും അയ്യപ്പന്മാരാ. ഇതുവരെ ശബരിമല പോവാത്ത ഒരാൾക്ക് അവിടെ സഹായത്തിന് വേണ്ടി ഒരു 100 1000 അയ്യപ്പന്മാരുണ്ടാവും. അങ്ങനെ ഞാൻ 18-ാം പടിയുടെ തൊട്ട് താഴെ എത്തി. ഇവിടെ നിന്ന് 18-ാം പടി ദർശിക്കുമ്പോൾ കിട്ടുന്ന ഒരു മാജിക് ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിരിക്കും. ശരണം വിളിയും അയ്യപ്പനും മാത്രമേ ഉണ്ടാവത്തുള്ളൂ മനസ്സിൽ. എന്റെ പ്രാർത്ഥന പോലെ തന്നെ എനിക്ക് നല്ലോണം ഭഗവാനെ തൊഴാൻ പറ്റി. 18-ാം പടി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ടാണ് അവിടെ ഞാൻ ഒന്നും എടുക്കാഞ്ഞത്. അങ്ങനെ ഞാൻ ഭഗവാനെ കണ്ടിട്ട് മല ഇറങ്ങുവാണ്. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. ഈ കയറി വരുന്നതിനെ കണ്ടോ, എന്ത് സിമ്പിളായിട്ടല്ലേ കയറി പോണേ. ഇതാണ് കേട്ടോ ഇവിടുത്തെ ആംബുലൻസ്. ആർക്കെങ്കിലും എന്തെങ്കിലും വയ്യാണ്ട് വരുവോ ഒക്കെ ചെയ്യുമ്പോൾ ഇതിലാണ് ആൾക്കാരെ കൊണ്ടുപോകുന്നത്. ആർക്കും അങ്ങനെ ഒന്നും വരാണ്ടിരിക്കട്ടെ. അങ്ങനെ ഭഗവാനെ കൺകുളിർക്കെ കണ്ട സന്തോഷത്തിൽ ഞാൻ പോവാണ്. അപ്പൊ എല്ലാവർക്കും സ്വാമി ശരണം.